ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. തീരെ വയ്യായിരുന്നു കേട്ടോ, പനിയും ചുമയൊക്കെ ആയിട്ട് തീരെ വയ്യാതെയായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തത് മുന്നത്തെ ഉണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൗണ്ടൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ചുമയും സൗണ്ടൊക്കെ ആകെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഉഷാറായി വന്നു കേട്ടോ. ഇനി ഇൻഷാ അല്ലാ വീഡിയോ പറ്റുന്ന രീതിയിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊയ്ത്തിൻ്റെ തലേ ദിവസം വരെയുള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മുടെ കൊയ്ത്തിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നെല്ല് കൊയ്ത ദിവസത്തെ വീഡിയോ ആണെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുട്ടികളെ സ്കൂൾ പറഞ്ഞാക്കലൊക്കെ കഴിഞ്ഞ് ചായപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞളൊക്കെ ഉണക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് എടുത്തിക്കാണ്. അപ്പോൾ നല്ല ചൂടുള്ള വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനത് കഴുകിയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നിട്ടാണ് ഇപ്പോൾ ഉണക്കാൻ വെക്കുന്നത്. അപ്പോൾ അത് ഇന്ന് കൊയ്ത്തിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ നെല്ല് കൊണ്ടുവന്നിടാനൊക്കെ വേണ്ടിയിട്ട് ടാർപ്പായൊക്കെ ഇവിടെ വിരിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഒക്കെ പാടത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ വെറുതെ ആക്കൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ എഴുന്നിട്ടോ ഞാൻ തലേ ദിവസം ക്ലീൻ ആക്കിയിട്ടുള്ളത്. ഇവിടെ ആകെ ചട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറൊക്കെ നമ്മൾ കുറേശ്ശായിട്ട് തന്നെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വഴുതനയും വെണ്ടയ്ക്കൊക്കെ വേറെ കുത്തിയിട്ടുണ്ടായിരുന്നു. അതും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗേറ്റിൻ്റെ ഈ തൂണിലാണ് മഞ്ഞൾ ഉണക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു ടേബിൾ ഇട്ട് ടൈമാണ് എന്തെങ്കിലുമൊക്കെ ഉണക്കാണെങ്കിൽ ഉണക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി വരുന്നതുകൊണ്ട് ടേബിളൊന്നും ഇടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തൂണിൽ അങ്ങനെ വെച്ചു. ഇനി ഇത് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അത് ആരൊക്കെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇക്കങ്ങനെ ഓരോ ഫുഡും കണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എപ്പോഴും അകത്തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇഷ്മോൻക്കൊന്നും വയ്യാത്തതുകൊണ്ട് അവന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അവനക്ക് പനിയാണ്. അപ്പോൾ അവനക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വരി. അപ്പോൾ ഞാൻ പുട്ടും പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ, പപ്പടമൊക്കെ. അപ്പോൾ അത് നമുക്ക് കൊയ്ത്തൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അത് ഇക്ക അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവർ ഈ വണ്ടിക്കാർ അതിൽ പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സൗണ്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ വേറെ മ്യൂസിക് ഇട്ടിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനെ ഇത് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയത്.
ഇതാ ഇത് ഓരോ ലോഡായിട്ട് ഇങ്ങനെ കൊടുന്ന് ഇടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റത്തെ ലോഡ് തന്നെ കൊടുന്നിട്ടേക്ക് തന്നെ ഞാനും ഉമ്മയൊക്കെ പോയിട്ട് അങ്ങനെ കാണണം വീട്ടെടുക്കലൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ കൊയ്ത്ത് നടന്നതിൻ്റെ ആ ഒരു പണ്ട് ഇപ്പോഴുള്ള കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര. പിന്നെ എൻ്റെ കല്യാണത്തിന് ശേഷം ഇത് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണൽ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കിച്ചണിലേക്ക് വന്ന് പിന്നെ അവിടെ തന്നെ നിന്നുണ്ടെങ്കിൽ നമ്മുടെ പണി നടക്കില്ലല്ലോ. അപ്പോൾ അതിന് മത്തൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് തൊലൊക്കെ ചെത്തിയിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ആ സമയത്താണ് ഒക്കെ വന്നിട്ട് പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കലക്കണം അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അറിയും. അപ്പോൾ അതൊക്കെ കലക്കാൻ നിന്നു. അപ്പോൾ ഞാൻ സർബത്ത് ഉണ്ടാക്കുന്ന നന്നാരിയൊക്കെ പുറത്തേക്ക് വെച്ചപ്പോൾ ടാങ്ക് മതി കയറിയപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അമ്മ അവിടെയുള്ള മത്തൊക്കെ കട്ട് ചെയ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം കലക്കാൻ നിന്നപ്പോൾ പിന്നെ അമ്മ വന്നപ്പോൾ ആ മത്തനൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുപ്പികളിലാക്കിയിട്ട് അങ്ങനെ പാടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മത്ത കട്ട് ചെയ്യലൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നെല്ല് ഓരോ ലോഡും കൊടുന്നിടുമ്പോൾ അതിടക്കൊക്കെ ഒന്ന് വന്നിങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സമാധാനം ഇല്ലാതെ അങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കാൻ കേട്ടോ. ഇനി നെല്ല് 2-3 ദിവസമൊക്കെ ഒന്ന് വെയിലൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പിന്നെ ചാക്കിലാക്കി വെക്കുക ചെയ്യട്ടെ. അപ്പോൾ ചാക്ക് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ കഷ്ണം ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുളക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. കാണാൻ വലിയ കളറൊന്നും ഇല്ലെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മത്തനൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനി ഒന്ന് കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ചോറും കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ വിസിൽ പോയതിന് ശേഷം തുറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് രസം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയല്ല കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1-2 ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടില്ല, ഈ ഒരു രീതിയിലാണ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സർ ജാറിൽ തന്നെയാണ് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 ഇട്ട് അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ 3-4 എടുത്തിട്ട് നല്ല ചെറുതാണെന്ന് വെച്ചാൽ ഒരു 6-7 ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ് കേട്ടോ. പിന്നെ 3-4 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളകും ചെറിയ ജീരകവും പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ തൊണ്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന പുളിങ്ങി നിർത്താൻ കേട്ടോ. പഴയതല്ല, അതാണ് ഈ കളർ അതിൻ്റെ എങ്ങനെയുള്ളത്. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചല്ല 1-2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. 2 കട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് കുരുമുളകും ചെറിയ ജീരകമൊക്കെ ഇല്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഉള്ളിയുടെ ഒക്കെ ഒന്നൊരു പച്ചമണം മാറുന്ന വരെ ഒന്നുണ്ട് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്നുകൊണ്ട് കരിഞ്ഞ് പോവുള്ളൂ. അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മഞ്ഞളുടെ ഒരു പച്ചച്ചോയൊന്നും മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരെണ്ണം ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ വെന്ത് വരുമൊന്നും വേണ്ടിട്ടാ, ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം വെള്ളം കുതിർത്തി വെച്ചിട്ടില്ലേ,
ആ ഒരു പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രമായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എത്ര വെള്ളം വേണ്ട അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര രസമാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇനി വെട്ടി തിളക്കൊന്നും വേണ്ട കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതാ ചെറുതായിട്ടൊക്കെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഒന്നിച്ചുകൊണ്ട് വെട്ടി തിളക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്ന ആ ഒരു സമയത്ത് ഒന്ന് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിത് കത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് തിളക്കൊന്നും ചെയ്യണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് നല്ല അതിൻ്റെ ആ ഒരു മല്ലിയുടെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ചെറിയ നാടൻ രീതിയിലുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മീനൊന്നും ഇല്ലാത്ത ചെറിയ നാടൻ രീതിയിലുള്ള ഒരു ഫുഡ് ഐറ്റംസാണ്. അങ്ങനെ ഇതാ പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞ ശേഷം ഇതാ ചോറ് വയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ചോറിൻ്റെ മീതെ ഞാൻ കുറച്ച് രസം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മത്തക്കൂട്ടാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടാട്ടം മുളക് പൊരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഉണ്ട്. പിന്നെ ഇതാ ഒരു പപ്പടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പപ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പന്നൊക്കെ. അങ്ങനെ ഇതാ ചായയൊക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ സ്കൂളിൽ വന്നപ്പോൾ അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ.